പൊതുവേദികളിൽ സ്ത്രീകളെ കാണുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ വിടുവായത്തം എഴുന്നള്ളിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെതിരെ ഹണി റോസ് രംഗത്ത്. ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ വന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഒരാൾക്ക് ഏത് സ്ത്രീയെയും അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്ന അർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല. ഈ സംഭവത്തിന്റെ തുടക്കം ബോബി ചെമ്മണ്ണൂറിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഹണി റോസ് എത്തിയിരുന്നു. പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു. ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത്. കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുന്നു എന്നും ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് ബോബി പറഞ്ഞിരുന്നു. ഈ രണ്ട് പരാമർശങ്ങളും അന്ന് പ്രതിഷേധത്തിനും വിവാദത്തിനും വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് പോകുന്ന ചടങ്ങുകളിലെല്ലാം കയറിക്കൂടി അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. സ്ത്രീകളെ കാണുമ്പോഴുള്ള ബോബി ചെമ്മണ്ണൂറിന്റെ ദ്വയാർത്ഥ പ്രയോഗം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെതിരെ ആദ്യമായാണ് ഒരു സ്ത്രീ ശക്തമായി തിരിഞ്ഞു നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ധാരാളം പേർ ഹണി റോസിന്റെ ഈ ധൈര്യത്തെ പിന്തുണയ്ക്കുന്നു.